ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബട്ടർ ബണ്ണിന്റെ റെസിപ്പിയാണ്. ബേക്കറിയിൽ നിന്നല്ലേ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ബട്ടർ ബണ്ണിന്റെ റെസിപ്പി. അതെങ്ങനെയാ എളുപ്പത്തിൽ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആട്ടാ ചേർക്കുന്നത്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് പൊടിയിലേക്ക് ചേർത്താലും മതി. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ഇങ്ങനെ ഇളം ചൂടുള്ള പാലിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഡ്രൈഡ് ഈസ്റ്റ് ആണ് എടുക്കുന്നതെങ്കിൽ നിർബന്ധമായിട്ടും ഇളം ചൂടുള്ള പാലിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്ത ശേഷം അങ്ങനെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഒരു ബൗളിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ആ ഈസ്റ്റിന്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇളം ചൂടുള്ള പാലിലാട്ടാ കുഴച്ചെടുക്കുന്നത്. ഞാൻ ടോട്ടൽ 1/4 കപ്പ് ഇളം ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടാട്ടോ നേരത്തെ ഈസ്റ്റ് മിക്സ് ചെയ്ത് വെച്ചത്. അപ്പോൾ ബാക്കിയുള്ള പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഫസ്റ്റ് തന്നെ മുഴുവനായിട്ട് ഒഴിക്കാണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. ഇതൊന്ന് കുറച്ചൊന്ന് കുഴഞ്ഞു വരുന്ന ആ ഒരു ടൈമിന് നമുക്ക് ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ അൺസാൾട്ടഡ് ബട്ടർ ആട്ടോ എടുത്തത്. അപ്പോൾ ഇതാ ബട്ടർ ചേർത്തിട്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് നല്ലോണം തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഇത് കുഴക്കുന്ന സമയത്ത് ഫസ്റ്റ് കയ്യിൽ നല്ലോണം ഒന്ന് ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നും. പക്ഷെ അത് പ്രശ്നമില്ല. കുഴച്ച് വരുന്ന സമയത്ത് അതങ്ങ് ശരിയായിക്കോളും. അപ്പോൾ ഇതാ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഇത് 2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷമാണ് ടൈപ്പ് എടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. ചൂടുള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ പൊങ്ങി വരാൻ കുറച്ച് ടൈം എടുക്കും. എനിക്കിപ്പോൾ 2 മണിക്കൂർ എടുത്തിന് കേട്ടോ ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഈക്വൽ ആയിട്ടുള്ള പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഞാൻ 6 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. 2 കപ്പ് മൈദക്കാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ 2 കപ്പ് മൈദക്ക് നമുക്കിപ്പോൾ 6 ബണ്ണാട്ടാ റെഡിയാക്കി എടുക്കാൻ പറ്റാൻ. പിന്നെ ഒരാൾ ചെയ്യുന്ന ബണ്ണിന്റെ വലുപ്പത്തിനനുസരിച്ച് ചിലപ്പോൾ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ ഇതാ ഞാനിപ്പോൾ 6 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഈ ഒരു രീതിയിൽ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം. ഒരു ബണ്ണിന്റെ ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. റൗണ്ട് ആയിട്ട് അങ്ങനെ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 2 സൈഡും ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാം. ഒരു സൈഡും അങ്ങനെ ഗ്യാപ്പ് വരാത്ത രീതിയിൽ അങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിയെല്ലാം അങ്ങനെ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വെക്കാം. ടൈം ഉണ്ടെങ്കിൽ അരമണിക്കൂർ വെച്ചോട്ടാ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ 15 മിനിറ്റ് കൊണ്ട് കുറച്ചുകൂടി അതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓരോ ബണ്ണും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഓയിലിൻ്റെ ചൂട് മീഡിയം ചൂടിലായിരിക്കണം. അതായത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്തെടുക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടാൻ പറ്റൂല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പുറംഭാഗം അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളങ്ങ് വേവാണ്ടായി പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചെയ്തിട്ടെടുക്കാം. നമ്മൾ ബണ്ണ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഓയിലിൻ്റെ ചൂട് മീഡിയത്തിലായിരിക്കണം, ഹൈ ചൂടിൽ പറ്റൂല. അപ്പോൾ ഇതൊരു മീഡിയം ചൂട് വന്ന സമയത്താട്ടാ ഞാനിപ്പോൾ
ബൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന പാത്രത്തിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഒരു സൈഡിൽ അയക്കാനാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ 1-2 തവണയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതാ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു രീതിയിൽ എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രീം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതാ ബട്ടർ ക്രീം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാട്ടാണ് ഞാനിപ്പോൾ എടുത്തത്. അപ്പോൾ അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഏത് രീതിയിലാണ് നിങ്ങൾക്ക് എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ചെറിയ കട്ടകൾ പോലും ഇല്ലാത്ത രീതിയിൽ നല്ലോണം തന്നെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെയ്യുന്ന മുമ്പേ ഫ്രിഡ്ജിലാണ് ബട്ടർ ഉള്ളതെങ്കിൽ കുറച്ച് മുമ്പേ പുറത്തെടുത്ത് അങ്ങനെ വെക്കാം. എങ്കിൽ പെട്ടെന്ന് അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ 1/4 കപ്പ് പഞ്ചസാര ആയിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഞാൻ മധുരം നോക്കിയപ്പോൾ 1/4 കപ്പ് കറക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് പഞ്ചസാര മാത്രമേ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മധുരം നോക്കിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ചില ആൾക്ക് നല്ല മധുരത്തിൽ കഴിക്കാനായിരിക്കും ഇഷ്ടം, ചില ആൾക്ക് മധുരം നല്ല കുറവായിരിക്കും കഴിക്കാൻ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ 1/4 കപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇതിലേക്ക്. എനിക്ക് ഈ ബണ്ണ് കുറച്ച് മധുരം കുറവായിട്ട് അങ്ങനെ കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ചേർത്തത്. അപ്പോൾ നിങ്ങളതൊന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പക്ഷെ 1/4 കപ്പ് കറക്റ്റ് മധുരം കേട്ടോ. എനിക്ക് കറക്റ്റ് മധുരമാണ് 1/4 കപ്പ്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് അങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. മധുരം വല്ലാണ്ട് കൂടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. വല്ലാണ്ട് അങ്ങ് കുറഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് കറക്റ്റ് അളവാട്ടോ 1/4 കപ്പ് പഞ്ചസാര എന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പഞ്ചസാര കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി, ഒന്നിച്ച് ചേർക്കണ്ട. കുറച്ചായിട്ട് ചേർത്തിട്ട് ഈ ഒരു ഇതിൽ നല്ലോണം തന്നെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നുണ്ട്. കസ്റ്റേർഡ് പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് സ്കിപ്പ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിട്ടാ കസ്റ്റേർഡ് പൗഡറിൻ്റെ ആ ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കസ്റ്റേർഡ് പൗഡർ ചേർക്കുന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്തോട്ടാ. ഇത് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബണ്ണിലേക്ക് തേച്ച് കൊടുക്കാം. അതിനോട് ഞാനിതാ ബണ്ണ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് അങ്ങനെ കട്ട് ചെയ്യുന്നതല്ല, ഒരു സൈഡ് അങ്ങനെ ഓപ്പൺ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങനെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ ബണ്ണിൻ്റെ ഉള്ളെല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടീനി, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടീനി കേട്ടോ ബണ്ണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ബട്ടർ ക്രീം തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അങ്ങനെ തേച്ച് കൊടുക്കാം. പിന്നെ ക്രീം എല്ലാവരും ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ വെച്ച് കൊടുക്കാം. കുറേ ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് മതിയെങ്കിൽ അങ്ങനെ കുറച്ചങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയെല്ലാം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കട്ടെ. അപ്പം നമ്മളെ ബട്ടർ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.